നീറ്റിന് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ടിപ്പ്, അതായത് നമ്മൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞ് ആ സമയത്ത് തന്നെ ഉടനെ തന്നെ നമ്മളത് സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതേപോലത്തെ ക്വസ്റ്റ്യന് ആ സമയത്ത് തന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്ത ഉടനെ തന്നെ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മളൊരു ടൈം ഫ്രെയിം കഴിഞ്ഞതിന് ശേഷമാണ്, ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്, ഉദാഹരണത്തിന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അതല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞതിൻ്റെയൊക്കെ ശേഷമാണ് നമ്മൾ ഇതേ കോൺസെപ്റ്റ് സ്വന്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ നമുക്കത് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇല്യൂഷൻ ഓഫ് മെമ്മറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ലേണിംഗ് സൈക്കോളജിയിൽ പറയുന്നുണ്ട്. അതായത് നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത്, ലേൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലേക്ക് വരും. അപ്പോൾ ഇത് ഒന്നുകിൽ ഷോർട്ട് ടൈം മെമ്മറി ആയിട്ട് അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അത് നമുക്ക് ആ സമയത്ത് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതേ സമയത്ത് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളത് സ്വന്തമായിട്ട് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ നമുക്കത് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിനെയാണ് ഇല്യൂഷൻ ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മളെ ബ്രെയിൻ നമുക്ക് തോന്നിപ്പിക്കുകയാണ് ഈ സാധനം, ഈ കോൺസെപ്റ്റ് എൻ്റെ മൈൻഡിൽ ഉണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മൈൻഡിൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് അത് സ്റ്റോർ ആയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ പഠിക്കുന്ന എല്ലാ കോൺസെപ്റ്റും ലോങ് ടൈം മെമ്മറിയിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ നിശ്ചിത ഇടവേളകളിൽ, ഒരാഴ്ചയ്ക്ക് ശേഷം അതല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം, ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഇടവേളകളിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് അത് സ്റ്റോർ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുകയുള്ളൂ. അതുവഴി ഈ ഇല്യൂഷൻ ഓഫ് മെമ്മറി എന്ന് പറയുന്ന ലേണിംഗ് സൈക്കോളജിയിലെ ഏറ്റവും ഭീകരനായിട്ടുള്ള ഈ ഒരു ശത്രുവിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനിൽ ഇനി ഈ 3 കാര്യങ്ങളും, അതായത് ഇല്യൂഷൻ ഓഫ് മെമ്മറിയെയും ഇല്യൂഷൻ ഓഫ് കോമ്പിറ്റൻസിനെയും അതുപോലെ തന്നെ ഇല്യൂഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെയും ബീറ്റ് ചെയ്യാനുള്ള ടൂളുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇത്തരം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളുകളെ കുറിച്ച്, ലേണിംഗ് ടൂളുകളെ കുറിച്ച് ഇനിയും നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.